കേൾക്കാമല്ലോ ആന്റി? ഓക്കെ, താങ്ക് യു. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ നമ്മുടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തുവിൽ വന്ദനം. വിശേഷാൽ പ്രിയ സൂസനാന്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ആന്റി പറഞ്ഞതുപോലെ കോവിഡിന്റെ ഒരു ആരംഭ സമയം മുതൽ ആരംഭിച്ച ഒരു പ്രാർത്ഥന, അന്ന് ഞങ്ങൾ ഏകദേശം 6 പേര് ആണ് ആദ്യത്തെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നത്. പ്രിയ ജോയ്സ്, കുഞ്ഞുമോൾ ആന്റി, അങ്ങനെ കുറച്ച് പേര്. ഞങ്ങൾ ആന്റി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉള്ള അതിൽ തുടങ്ങിയതിനകത്ത് ഈ കോവിഡ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാരണം അടച്ച് ഒരു പ്രത്യേകമായ സാഹചര്യം, നമ്മൾ മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നിങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഞങ്ങൾ ആ സമയത്ത് സൂസനാന്റിയുടെ ഹൃദയത്തിൽ തോന്നിയ ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന. അന്ന് നമ്മൾക്ക് ഈ രീതിയിലായിരുന്നില്ല ഈ മീറ്റിംഗ് ഒന്നും. നമ്മൾ ജസ്റ്റ് കുറച്ചു പേർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് അവരുടെ താലന്തുകളെ ഇവിടെ ചെയ്യുന്നു, അവരുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാനായിട്ട് ഞങ്ങൾ അവസരങ്ങളെ കൊടുത്തു. ആ ഒരു നിലവാരത്തിൽ ആരംഭിച്ചു. പിന്നീട് കർത്താവിന്റെ ദാസിക്ക് ദൈവം കൊടുത്ത നിയോഗപ്രകാരം അതിനെ ഇതുപോലെ അനേകരുടെ ആശ്വാസത്തിന്, അനേകരുടെ വിഷയങ്ങൾക്ക് മറുപടിക്കായിട്ടെല്ലാം ഉപയോഗിച്ച് ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിലൊരു ഭാഗമാകുവാൻ കർത്താവ് എനിക്കും കൃപ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ അല്പകാര്യങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം നമ്മുടെ ചെറുതോ വലുതോ ആയ കർത്താവിന്റെ നാമത്തിന് വേണ്ടിയുള്ള ഏതൊരു കാര്യങ്ങളിലും ദൈവം എപ്പോഴും വിശ്വസ്തനായിരിക്കും. ഈ 2025 ഈ അവസാന മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളിലേക്ക് എടുത്തു. ഈ വർഷത്തിൽ ഇനി ഒരു 3 ചൊവ്വാഴ്ച കൂടി 2025 ശേഷിക്കുന്നുള്ളൂ. അതിനുശേഷം വരുന്നത് 2026 ഒരു ചൊവ്വാഴ്ചയായിരിക്കും. കർത്താവ് നമ്മളെ നമ്മൾ തിരുവചനത്തിൽ പറയുന്നത് പോലെ നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന്, പിണ്ടാകാരമാകുന്നതിന് മുൻപ് തന്നെ നിയമിക്കപ്പെട്ട നാളുകളിൽ തന്നെ നമ്മെ കണ്ടൊരു ദൈവമാണ്. നിശ്ചയമായിട്ട് നമുക്കറിയാം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് ദൈവം മുന്നമേ തീരുമാനിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉള്ളപ്പോഴും നാം ഏൽപ്പിച്ചു കൊടുക്കാത്തിടത്തോളം കാലം ആ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുകയില്ല. നാം നിശ്ചയമായിട്ടും അതുകൊണ്ട് ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതി ഉണ്ട്. കർത്താവെ, എനിക്ക് എന്നെക്കുറിച്ച് നിനക്കൊരു പദ്ധതി ഉണ്ട്. അത് നാം ഒരാളിൽ കൂടി പറയുന്ന ചെറിയൊരു വാക്കായിരിക്കാം. ഇതിലെല്ലാം നാം വിശ്വസ്തരായിരിക്കുന്നില്ല എങ്കിൽ ദൈവം നമ്മെ ആ പദ്ധതിക്കായിട്ട് വിട്ടുകൊടുക്കത്തില്ല. ദൈവം അവിടെ വെയിറ്റ് ചെയ്യും. എപ്പോഴാണ് ഞാൻ അത് കറക്റ്റ് ആകുന്നത്, എപ്പോഴാണ് ഞാൻ ശരിക്കും അത് പ്രിപ്പയർഡ് ആയിട്ടുള്ളത് എന്ന്. ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ഹിതത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി തീരണം. പ്രാർത്ഥനയിലായാലും എന്ത് വിഷയത്തിലായിരുന്നാലും. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ ബിനു സിസ്റ്റർ, അതുപോലെ ജെസ്സി ആന്റി, മേരി ആന്റി, അതുപോലെ ആരംഭം മുതലുള്ളതാണ് നമ്മുടെ കുഞ്ഞോള ആന്റി, ജോയ്സ് ആന്റി, ഇവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പ്രിയ കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ പ്രിയ സുജിത്ത്, അവരെല്ലാം കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നു എന്ന് ഞാൻ നമ്മൾ ഈ ഒരു സെഷൻ നടക്കുന്നതിനിടയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ കൂടെ വളരെ നന്ദിയോടെ ചിന്തിച്ചു പോയ ചില കാര്യങ്ങളാണ്. പ്രിയ സുജിത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകപരമായിട്ട് തനിക്ക് നല്ലൊരു വിദ്യാഭ്യാസമുണ്ട്. ലോകത്തില് നല്ലൊരു ജോലി ചെയ്ത് നല്ലൊരു കംഫർട്ട് സോണിലിരുന്ന് അവന് സുഖമായി ജീവിക്കാവുന്ന ഒരു പയ്യനാണ് സുജിത്തിന്റെ കുടുംബവും. എന്നാൽ താൻ അതെല്ലാം വിട്ടെറിഞ്ഞ് കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അത് വിട്ടുകൊടുക്കുവാനുള്ള മനസ്സവനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവിനെ ഉപയോഗിക്കുന്നു. അതുപോലെ വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാകാതെ ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവ് നമ്മെ ഉപയോഗിക്കത്തില്ല. പലപ്പോഴും നമ്മളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കുന്നത് നാം വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാനിടയായി തീർന്നു. ഞങ്ങളുടെ പ്രിയ കർത്താവിന്റെ ദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ സമയങ്ങളും നന്നായി ഉപയോഗിക്കാൻ ഇടയായി തീർന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പില് ഇതിനകത്തുള്ള മിക്ക കുഞ്ഞുങ്ങളും കർത്താവിന്റെ കൃപയിൽ നിൽക്കുന്നു എന്നാണ് എൻ്റെ ഒരു അറിവുള്ളത്. കർത്താവ് അങ്ങനെ ഒരു ഭാഗ്യം ഈ ഗ്രൂപ്പ് സിസ്റ്റേഴ്സിന്റെ ആണല്ലോ. നമ്മൾ മാതാപിതാക്കൾക്ക് ആ ഒരു ഭാഗ്യം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർത്തമാന കാലഘട്ടത്തിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാല്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിപ്പാനിടയായി തീർന്നു. ഒരു വാർത്ത ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെന്തക്കോസ്ത്, നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ പെന്തക്കോസ്തുകാരെന്നാണല്ലോ നമ്മളെ പറയുന്നത്. ഒരു പെന്തക്കോസ്ത് ആണെന്ന് പറയാൻ ലജ്ജ തോന്നുമാറ് ആത്മീയ നേതൃത്വങ്ങൾ അധംപതിച്ച് കിടക്കുന്ന ഈ കാലഘട്ടത്തില് ചില ശേഷിപ്പുകളെ ദൈവം എല്ലാ കാലത്തും എല്ലായിടത്തും വെച്ചിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ ഒരു റെമനന്റിന്റെ ഭാഗമാക്കി ദൈവം നമ്മളെ ആക്കി വെച്ചു എന്ന് ഞാൻ 100% വിശ്വസിക്കുകയാണ്. കാരണം ചിലതിനെ നമ്മുടെ കൂടെ ഉള്ളതിനെയെങ്കിലും നമുക്ക് ചേർത്ത് പിടിപ്പാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർത്ത് ക്രിസ്തുവിൽ പണിയുവാൻ, ആ പാറയോട് ഓരോരോ കഷ്ണങ്ങളാക്കി അവരെയും ചേർത്ത് വെക്കുവാൻ എല്ലാം കർത്താവ് നമുക്ക് കൃപ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക, നമ്മുടെ തലമുറകളെ ദൈവകരങ്ങളിൽ വഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. പലപ്പോഴും നമുക്കറിയാം, ഇന്ന് യൂത്തിന്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ ശക്തമായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ആരും പറയരുത്. അനേക യൗവനക്കാരുടെ ഇടയിൽ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ അവരുടെ ആ മീറ്റിങ്ങുകളെല്ലാം കർത്താവിന്റെ ദാസൻ ബാവുച്ചെറിയാൻ പാസ്റ്റർ പറഞ്ഞതുപോലെ സ്റ്റേജിൽ അവർ വളരെ ശക്തിയോടെ ആത്മാവിലെല്ലാം ആരാധിച്ചു കഴിഞ്ഞേച്ച് വചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസന്മാർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാണത്തില്ല. അവരൊരു മൊബൈലുമായിട്ട് അപ്പുറം ഇരിക്കും. ആ സ്റ്റേജിൽ അതുവരെ നിന്നവര് പിന്നെ ആ മൊബൈലുമായിട്ട് എങ്ങോട്ട് പോകുന്നു എന്നും നമുക്ക് അറിയത്തില്ല. ആ നിലവാരത്തിലുള്ള ശത്രു അവരെ ചതിച്ചു വെച്ചിരിക്കുകയാണ്, ഉപരിപ്ലവമായ ചിലത്. കാരണം അവർ കണ്ടും കേട്ടും വരുന്ന അതാണ്. കാരണം മാതൃകയില്ലാത്ത ഒരു കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നത് ഒരു 70ന്റെ അവസാനങ്ങൾ അല്ലെങ്കിൽ 80ന്റെ ആരംഭം മുതൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ദൈവമക്കൾ സമൃദ്ധിയുടെ ഒരു പാതയിലേക്ക് മെല്ലെ മെല്ലെ വന്നു തുടങ്ങി. അവിടെ മുതൽ നമ്മുടെ ഒരു ആത്മീയ അധംപതനം സംഭവിച്ചിട്ടില്ലേ എന്ന് ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുന്നു. എന്നോട് യോജിക്കാൻ കഴിയാത്തവർ ഉണ്ടാകാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു, ആ 80കൾ മുതൽ വളരെ കംഫർട്ട് സോണിലുള്ള ഒരു സുവിശേഷ പ്രവർത്തനമാണ്. അന്നൊക്കെ നമുക്ക് സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് ചിന്തിക്കുന്നത് യാതൊരു പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. കാരണം പാസ്റ്ററുടെ വൈഫാകുന്നു, അവിടെ പോകുന്നു, പാഴ്സനേജ് നിൽക്കുന്നു, അവർ തരുന്നതെല്ലാം തിന്ന് 2-3 വീടുകളിൽ കൂടെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പാടി തിരിച്ചു വന്നു. നമ്മുടെ മക്കളെല്ലാം സെറ്റിലാകുന്നു, അവിടെ ജോലിക്ക് കിട്ടുന്നു, ഇവിടെ ജോലിക്ക് കിട്ടുന്നു. എവിടെ നോക്കിയാലും ഒരു കംഫർട്ടിലേക്ക് എത്തുന്ന ഒരു പ്രവണത ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് മാറിത്തുടങ്ങി. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തിന് എവിടെ നാം പരിശോധിച്ചാലും സമൃദ്ധി ഒരു സുവിശേഷീകരണത്തിന്റെ ഭാഗമായി നിന്നിട്ടില്ല. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, സമൃദ്ധി ഒരു സുവിശേഷീകരണത്തിന്റെ അടയാളമായിരുന്നു എങ്കിൽ കർത്താവ് ആദിമ അപ്പോസ്തലന്മാരോട് അനീതി കാണിച്ചു. അവരിൽ ആർക്കും ദൈവം ഒരു ബംഗ്ലാവ് കൊടുത്തതായി ഞാൻ വായിച്ചിട്ടില്ല തിരുവചനത്തില്. അവരാരും തങ്ങളുടെ ശുശ്രൂഷകളെ അവസാനിപ്പിച്ച സമയത്തൊന്നും അവർ വലിയ 3-4 BMW, അതൊന്നും വലിയൊരു സമൃദ്ധിയൊന്നും അല്ല. നമ്മൾ ഇവിടുത്തെ ധനാഢ്യരായ വീടുകളുടെ പരിസരത്തൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം ഒരു BMW എന്തൊക്കെ വിലയുണ്ടെന്ന്. സകല ധനത്തിന്റെയും ഉറവിടമായ കർത്താവിന്റെ മക്കളായ നമുക്കൊരു BMW ഒന്നും അല്ല വലുത്. പക്ഷെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്രകാരമാണ്: ഈ ലോകത്തിലെ സമൃദ്ധി അല്ലെങ്കിൽ നിത്യതയാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ ധനം എന്നുള്ളത് നാം മനസ്സിലാക്കാത്തിടത്തോളം കാലം നാം എപ്പോഴും വലഞ്ഞു പോകുന്നവരായി പോകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ട എന്നല്ല, ജോലി വേണ്ട എന്നല്ല, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം വേണ്ട എന്നല്ല, നാം എന്തിന് പ്രാമുഖ്യം കൊടുക്കുന്നു, എപ്പോഴും നാം എന്തിനാണ് മുൻപോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളത് നാം ചിന്തിക്കണം. ഞാൻ കർത്താവിന്റെ വചനത്തിലേക്ക് ഒരു ചെറിയ ചിന്തകളെ പറയുവാനായിട്ട് തിരികെയാണ്. ആമുഖമായി വന്നപ്പോൾ പറഞ്ഞ ചില വാക്കുകളാണ്. ഞാൻ ഇന്ന് ചുരുക്കം ചില വാക്കുകൾ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നിന്ന് ചുരുക്കം ചില ചിന്തകൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഇതാണ്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇവിടെ ശക്തനാക്കുന്നവൻ, ആ വാക്കിൽ തന്നെയുണ്ട് ശക്തനാക്കുന്ന ഒരാളുണ്ട്. ആ ശക്തി എവിടെ ഒന്നിലേക്ക് വരുന്നുണ്ട്, ഒരു ശക്തിയുണ്ട്. ഈ 3 കാര്യമുണ്ട് അവിടെ. നമ്മളെ ശക്തനാക്കുന്ന ഒരാളുണ്ട്, ആ ശക്തി ആർക്കോ ലഭിക്കുന്നുണ്ട്, അതൊരു ശക്തിയാണ്. ഈ 3 കാര്യം കണക്റ്റഡ് ആയിട്ട് വരികയാണ്. ശക്തി നൽകുന്നവൻ ഒരു ശക്തി പകരുന്നു, ആ പകരുന്ന ശക്തി ഒന്നിലേക്ക് കയറുന്നു. ഞാൻ ഒരു ചിന്തകൻ ഈ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു ബാറ്ററിയിൽ നിന്ന് ഒരു ഇലക്ട്രിസിറ്റി വരുന്നത് പോലെ ഒരു ബാറ്ററിയിലേക്ക് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യപ്പെടുത്തുമല്ലോ. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ ഒരു പ്ലഗിൽ കുത്തുന്നു, അവിടുന്ന് ബാറ്ററിയിലോട്ട് പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ ചാർജ് വരുന്നു, ആ ബാറ്ററി ഫില്ലാകുന്നു. ആ ബാറ്ററി ഫില്ലായി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു എനർജിയാ ഉള്ളത്. ആ എനർജി ഉപയോഗിച്ചാണ് പിന്നെ നമ്മൾ ആ ബാറ്ററി ടോർച്ച് ആണെങ്കിൽ ടോർച്ച്, അല്ലെങ്കിൽ മൊബൈൽ ആണെങ്കിൽ മൊബൈൽ, എന്താണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതായത് ദൈവമാകുന്ന ആ ഒരു കണക്ഷൻ, ആ പ്ലഗിലോട്ട് നമ്മളൊരു കണക്ഷൻ കൊടുക്കുമ്പോൾ
പരിശുദ്ധാത്മാവാകുന്ന ശക്തി നമ്മിലേക്ക് പകരപ്പെടുകയാണ്. ആ ചാർജ് നമ്മിൽ നിറഞ്ഞു കഴിഞ്ഞിട്ട് നാം എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവൃത്തികൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ത് ചെയ്യണം? ഉടനെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇരുന്ന് കരയണം, അവർക്ക് IAS കിട്ടാൻ വേണ്ടി കരയണം, എനിക്ക് 2 നില വീട് കിട്ടാൻ വേണ്ടി കരയണം, എനിക്ക് 5 കാർ വാങ്ങിക്കാനുള്ള കാശിന് വേണ്ടി കരയണം, എന്റെ അയൽവക്കത്തുള്ളവനേക്കാൾ കൂടുതൽ സ്ഥലം എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കരയണം. അതാണോ പറഞ്ഞത്? ഈ ശക്തി എന്തിനു വേണ്ടിയിട്ടാ? എന്നോട് ആരും പിണങ്ങരുത്. ഞാന് പ്രിയ സൂസനാന്റി പറയുന്നത് പോലെ ഈ വചനം വായിച്ചപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ ഈ വാക്യം വിശ്വസിക്കുന്നുവോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ആ പറഞ്ഞ വാക്യത്തെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, നീ ഇത് 100% വിശ്വസിക്കുന്നുവോ? നിന്നെ ശക്തനാക്കുന്നവൻ സകലത്തിനും നിനക്ക് മതിയായവനാണെന്ന് നീ പൂർണ്ണമായും വിശ്വസിക്കുന്നുവോ? ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചാൽ എന്റെ പല കണ്ണുനീരുകൾ അവിടെ വേണ്ട, എന്റെ ചില ആകുലതകൾ അവിടെ വേണ്ട, എന്റെ വേവലാതികൾ വേണ്ട, എന്റെ കോപം വേണ്ട, എന്റെ നീരസം വേണ്ട. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വാക്യം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്ക് വേണ്ട. അപ്പൊ പലപ്പോഴും ഈ വാക്യം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന അവസ്ഥയിലല്ല പലപ്പോഴും ഞാൻ കടന്നു പോകുന്നത്. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ശക്തനാക്കുന്നവന്റെ ശക്തിയെ കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. നമ്മെ ശക്തനാക്കുന്നവന്റെ ശക്തിയെ കുറിച്ച്, അല്ലെങ്കിൽ ആ പ്ലഗിൽ നിന്ന് വരുന്ന ആ ഒരു ചാർജ്, അതിന്റെ സ്രോതസ്സിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ പലപ്പോഴും നാം എന്ത് ചെയ്യത്തില്ല, ഇത്രമാത്രം വിചാരപ്പെടുവാനോ. ഞാൻ ഈ വായിച്ച ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, അതിന്റെ 6-ാം വാക്യത്തില്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മെ ശക്തനാക്കുന്ന ഒരു ദൈവം. നമുക്കറിയാം ഈ വാക്യം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിലെ ശക്തമേറിയ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ അടിസ്ഥാന ഉപദേശങ്ങൾ പലതും ലേഖനങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ഫിലിപ്പിന്റെ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം ഫിലിപ്പിയർക്ക് എഴുതുന്നത്. അപ്പൊ ആ എഴുതുന്ന സാഹചര്യവും കൂടെ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് യാതൊരു സ്വാതന്ത്ര്യവും യാതൊരു സ്വസ്ഥതയും ലഭിക്കാൻ ഇടയില്ലാത്തിടത്തിരുന്നു കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പോ നാം തുറന്നു വായിക്കുമ്പോൾ നമുക്ക് കാണാം, അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പിയര് അപ്പോസ്തലനായ പൗലോസിനെ ഭൗതികമായ ചില കാര്യങ്ങളെല്ലാം സഹായിച്ചു കഴിഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, ഞാൻ സമൃദ്ധിയുമായി ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് എപ്പോഴെങ്കിലും ഈ ഒരു സെന്റൻസ് പറയാൻ കഴിയുന്നുണ്ടോ? എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായി ഇരിക്കുന്നു. നമുക്ക് എന്ന് പറയാൻ കഴിയും എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു എന്ന്? ഇത് പറയാൻ കഴിയാത്തിടത്തോളം മുന്നേ പറഞ്ഞ വാക്യത്തിന് പ്രസക്തി നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന്. ഈ പകരപ്പെടുന്ന ശക്തിയാണ് അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ആ വാക്യം പറയിപ്പിച്ചത്. ആ ശക്തി നമ്മിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ വാക്ക് പറയാൻ കഴിയുന്നത്. ഏത്? അരിയുടെയും കൂടി ആവശ്യമുണ്ട്. സൂസനാന്റിയുടെ അടുത്തൊരു എന്തെങ്കിലും ഞാൻ എന്റെ ഭൗതികമായ ചിലത് കാണുന്നത് അവിടെ കാണാതിരിക്കുമ്പോൾ എനിക്ക് ഉടനെ തന്നെ ഭൗതികമായ ആവശ്യങ്ങളിലേക്കാണ് പോകുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കണ്ണ് നേരെ ഇങ്ങനെ നിന്നിട്ട് വീഡിയോ ഓഫ് ചെയ്യാമോ? വീഡിയോ ഓഫ് ചെയ്തിട്ട് പറയാമോ, സംസാരിക്കാമോ? അനിതയുടെ വീഡിയോ സ്റ്റക്കായിട്ടിരിക്കുവാന്നേ.
വീഡിയോ ഓഫ് ചെയ്തിട്ട് മതി. വീഡിയോ ഓഫ് ചെയ്ത് കേൾക്കാമല്ലോ? കേൾക്കാം. വീഡിയോ ഓഫ് ചെയ്തിട്ട് മതി. ഓക്കെ, താങ്ക് യു. എനിക്ക് ചെറിയ ഒരു നെറ്റിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് വൈഫൈ ഇടയ്ക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ണുകൾ എപ്പോഴും താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകളെല്ലാം ഈ താഴേക്കുള്ളതായി പോകുന്നുണ്ട്. ഉയരത്തിലേക്കുള്ള ചിന്ത മാറി നാം ഈ താഴേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും സംതൃപ്തി വരാത്തത്, സമൃദ്ധി ആയിരിക്കുന്നു, എനിക്കെല്ലാം ഉണ്ടെന്ന് പറയാൻ കഴിയാത്തത്. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മയെന്ന് പറയുന്നത് ഈ ലോകത്തിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നമുക്ക് ഈ നന്മ ലഭിച്ചാൽ പോരാ. കാരണം നമ്മുടെ ദൈവം ഉന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം, സകലത്തിനും ഉടയവനായ ദൈവം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ സർവശക്തനായ ദൈവത്തെ, നമ്മെ സകലത്തിനും മതിയാക്കുന്ന ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. എഫേസ്യർ 6:10 നാം കാണുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എന്തിനാണ് അവിടെ ശക്തിപ്പെടുവാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടതിന് സർവായുധ വർഗം ധരിപ്പിൻ. ഈ ശക്തിയെല്ലാം നമ്മിൽ പകരപ്പെടുന്നത് ലോകത്തെയും ദുഷ്ടനെയും ജയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ ശക്തി ദൈവം നമ്മിലേക്ക് പകരുന്നത്. പലപ്പോഴും നാം ആ വിഷയം ഹൃദയത്തിന്റെ ഉള്ളിൽ സംഗ്രഹിക്കുവാൻ കഴിയാതെ പലപ്പോഴും നമ്മളെ ഈ ലോകത്തിൽ ചിലതെല്ലാം കാണിച്ച് നമ്മളെ ഇങ്ങനെ പിശാച് കുരുക്കിയിടുമ്പോൾ വചനത്തിന്റെ ആഴത്തിലേക്ക്, ആ കർത്താവുമായുള്ള ആ ഒരു പ്ലഗിങ്, ആ ഒരു കണക്ഷൻ നാം പലപ്പോഴും വിട്ടു നിൽക്കുന്നത് കൊണ്ട് എപ്പോഴോ ഒന്ന് നമ്മൾ കുത്തി, ആ കുത്തിയപ്പം നമ്മിലേക്ക് കുറച്ച് ശക്തി കയറി, നമ്മളൊന്ന് ചാർജായി. ആ ചാർജ് ആയതിനു ശേഷം പിന്നെ നമ്മളുടെ ഒരു വിചാരമുണ്ട്, നമ്മളിൽ അങ്ങനെ ശക്തി നിൽക്കുവാണെന്ന്. ആ ശക്തി തീർന്നത് നാം അറിയാതെ, ആ തീർന്നതറിയാതെ നാം കിടന്ന് പിടയ്ക്കുമ്പോഴാണ് നാം ലോകത്തിലേക്കുള്ള ദൃഷ്ടി നമ്മിൽ നിന്ന് വരുന്നത്. ഉയരത്തിലുള്ളത് മാറിയിട്ട് നാം ഈ ലോകത്തിൽ മാത്രം ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ശക്തി പ്രാപിച്ചു, ഇല്ലേ? നമുക്ക് നിശ്ചയമായിട്ടും അറിയാം, യേശുക്രിസ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു, പരിശുദ്ധാത്മാവിൽ വളർന്നു, എല്ലാം നിന്നു. എന്നാൽ തന്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിലെ യേശു ആത്മാവിൽ ബലപ്പെടേണ്ടതിന് 40 ദിവസം ഉപവസിച്ചു, മരുഭൂമിയിലായിരുന്നു. അവിടെയെല്ലാം താൻ ദൈവത്തിൽ നിന്ന് തന്റെ ശക്തിയെല്ലാം പ്രാപിച്ചതിന് ശേഷം താൻ കടന്നു വരികയാണ്. പിശാച് കർത്താവിനെ പരീക്ഷിച്ചു. ആ പിശാച് കർത്താവിനെ പരീക്ഷിക്കുന്ന സമയത്ത് കർത്താവ് വചനം കൊണ്ടാണ് പിശാചിനെ ജയിച്ചത്. നമ്മുടെ ജീവിതത്തില് ആ വചനം, ദൈവമാണ് വചനം, ആ വചനവുമായിട്ടൊരു കണക്ഷൻ എപ്പോഴും ഉള്ളപ്പോൾ നമുക്ക് ഈ ശക്തി നമ്മിൽ നിന്ന് ചോർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനവുമായിട്ട്, കർത്താവിന്റെ സന്നിധിയുമായിട്ട് നാം എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്നവർ, നാം പ്രാർത്ഥിക്കുന്നത് നാം ദൈവത്തോട് സംസാരിക്കുകയാണ്. നാം ദൈവത്തോട് എപ്പോഴും സംസാരിക്കുന്നവരും തന്റെ വചനം ഭക്ഷിച്ച് അതിൽ ബലപ്പെടുന്നവരുമായി തീരുമ്പോൾ നിശ്ചയമായിട്ടും ശത്രു കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളെയും ജയിപ്പാൻ നമുക്ക് കഴിയും. നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വലുത്. അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകപ്രകാരമുള്ളതിനേക്കാൾ അപ്പുറമായ പ്രതിസന്ധികൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നില്ല. നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായ ഒരു പരീക്ഷയും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അനുവദിക്കുന്നു എങ്കിൽ നിശ്ചയമായും അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ശക്തിയെ കൂടെ കർത്താവ് നമ്മിൽ പകരുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, പതിർ പോലെ പാറ്റിക്കളയേണ്ടതിന് പിശാച് പലവട്ടം എന്നോട് ചോദിച്ചു. കർത്താവ് കൊടുത്തില്ല, കാരണം അവിടെ ജയിക്കയില്ല എന്നറിയുന്നത് കൊണ്ട്. അപ്പൊ കർത്താവ് നമ്മെ കുറിച്ച് വചനത്തിൽ വായിക്കുന്നത് പോലെ, ഒരു പിതാവ് തന്റെ മക്കളോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്ന് ചോദിക്കുന്നത് പോലെ ലോകപ്രകാരമുള്ള ഒരു മനുഷ്യൻ ഇത്രത്തോളം കരുതുന്നതിനെല്ലാം അപ്പുറമായി നമ്മളെ കരുതുന്ന കർത്താവ് നമ്മളെ ഒരു പ്രതിസന്ധിയിലാക്കിയിടുമ്പോൾ നിശ്ചയമായും ആ പ്രതിസന്ധിക്ക് അപ്പുറത്ത് ദൈവം ഒരു പരിഹാരം വെച്ചിട്ടുണ്ട്. ആ പരിഹാരം അത് നമ്മിലേക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടാണ് കർത്താവ് നമുക്കത് നൽകി തരുന്നത്. അപ്പൊ ഓരോ ദിവസവും നാം ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് നാം ബോധ്യമുള്ളവനായിരിക്കണം.
അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നമ്മുടെ പിതാവ് എത്ര വലിയവനാണെന്നുള്ളതിന് ഗ്രഹിക്കാതിരിക്കുമ്പോഴാണ് നാം പലപ്പോഴും മറ്റു പലതിലും ആശ്രയിക്കുകയും വിചാരപ്പെടുകയും എല്ലാം ചെയ്യുന്നത്. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മോട് പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, വിചാരപ്പെടുന്നത് ജാതികളാണ്. അപ്പൊ കർത്താവിന്റെ മക്കൾക്ക് ഒരിക്കലും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. നാം ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാം നമ്മുടെ മക്കളെ കുറിച്ച് നിശ്ചയമായിട്ട് 100% കരുതലുള്ളവരാ. അവർ നമ്മോട് ആവശ്യപ്പെടുന്നതിനകത്ത് നാം അവർക്ക് എന്തെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അവർക്ക് നന്മയല്ല എന്ന് കാണുന്നതാണ് നാം അവർക്ക് നിഷേധിക്കുന്നത്. നമ്മുടെ ഒരു 2 വയസ്സ് 3 വയസ്സായ കുഞ്ഞ് അല്ലെങ്കിൽ 1 വയസ്സായ കുഞ്ഞ് തീക്കനൽ കാണുമ്പോൾ വളരെ ആകർഷണമുള്ള ഒരു വസ്തുവാണ്. അത് പിടിക്കണമെന്ന് വളരെ വാശി പിടിക്കുന്ന സമയത്ത് എത്ര വാശി പിടിച്ചാലും നാം ആരെങ്കിലും അനുവദിക്കുമോ? എന്നാ പിന്നെ നീ പോയി അതൊന്ന് തൊട്ട് നോക്ക് എന്ന് പറയുമോ? സാമാന്യ ബുദ്ധിയുള്ള നാം ഇത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കരുതലുള്ളവരായി അവരെത്ര വാശി പിടിച്ചാലും ചെയ്യാതിരിക്കുന്നത് പോലെ ചില വിഷയങ്ങളുടെ മുഖത്ത് നമുക്ക് ദൈവം മറുപടി തരാതിരിക്കുന്നുണ്ടെങ്കിൽ നാം നിശ്ചയമായും ഗ്രഹിക്കണം, നമ്മേക്കാൾ സർവജ്ഞാനിയായ ദൈവം അതിന്റെ അനന്തര ഫലങ്ങളെ കണ്ടുകൊണ്ടിട്ടാണ് നമുക്ക് ചിലതെല്ലാം നിഷേധിക്കുന്നത്. അപ്പോഴാണ് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാൻ. അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചത് ലഭിക്കാതിരിക്കുമ്പോഴും നാം സന്തോഷിക്കണം, നമുക്ക് ചോദിച്ചതെല്ലാം നൽകുമ്പോഴും നാം സന്തോഷിക്കണം. അപ്പൊ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ സമൃദ്ധിയുമായിരിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുവാൻ കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുന്നത് കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലും എന്റെ കർത്താവിന്റെ സമാധാനം എനിക്ക് ലഭിക്കും. ഈ കാരാഗ്രഹത്തിന് പുറത്ത് കടന്നാലും ആ നിത്യ സമാധാനം എന്നോട് കൂടിയിരിക്കും. എപ്പോഴും ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ ആ ശക്തി എന്നെ ബലപ്പെടുത്തുന്നു. കാരണം നമുക്കറിയാം, അപ്പോസ്തലന്മാർക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ കാത്തിരുന്ന് ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരൂശലേമിലൊക്കെയും പോയി എന്റെ സാക്ഷികളാകുമെന്ന്. അപ്പോ ഈ ശക്തി നമുക്ക് ആവശ്യമാണെന്ന് കർത്താവിനറിയാം. നമ്മൾ ഒരു ജഡപ്രകാരമുള്ള നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാൻ കഴിയത്തില്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് കാത്തിരുന്ന് നാം ആ ശക്തിയെ പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. കാത്തിരുന്ന് ആ ശക്തിയെ പ്രാപിച്ചു കഴിയുമ്പോൾ നാം സകലത്തിനും മതിയാകുന്നവരായി തീർന്നു. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ, നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ഭാരമാകട്ടെ, നമ്മുടെ ഭവനത്തിൽ അല്ലെങ്കിൽ സ്വസ്ഥതയില്ലാത്തതാകട്ടെ, നമ്മുടെ ഭർത്താവിന്റെ മദ്യപാനമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മളെ സ്നേഹിക്കാത്തതാകട്ടെ, നമ്മുടെ തലമുറകൾ നമ്മെ കരുതാതെ പോകുന്നത്, ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം വചനവുമായി ഇറങ്ങുമ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ ഈ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിന്റെ ഗ്രൂപ്പിൽ തന്നെ അനേക ദൈവദാസിമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ജയിലുകളിലും മറ്റുമായി പീഡനങ്ങൾ കൂടി കടന്നു പോകുന്നവര് ഒരു കാര്യവുമില്ലാതെ അവരെ ശിക്ഷിക്കുകയാണ്. അവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആവശ്യമാണ്. കാരണം കാരാഗ്രഹത്തിലിരുന്ന പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇതെല്ലാം നമുക്ക് ആവശ്യമായ കാര്യമാണ്. പക്ഷെ ആ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവിന്റെ ഒരു സമയത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മെ ഒരു കാരാഗ്രഹത്തിൽ കർത്താവ് ആക്കി വെക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മെ ഒരുത്തിന്റെ മുൻപിൽ അവഗണിക്കുവാൻ അവനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ഒരാൾ നിന്ദിക്കുന്നുണ്ടെങ്കിൽ, അത് നാം ഒരു ദൈവ പൈതലായിരിക്കുന്നിടത്തോളം, ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കർത്താവുമായി ഒരു ബന്ധം നിലനിർത്തുന്നതിനെ കുറിച്ചാണ്. നമുക്ക് തോന്നിയതുപോലെ എല്ലാം ജീവിച്ചിട്ട് കർത്താവ് സകലത്തിനും മതിയാകുന്നു, ശക്തനായിരുന്നു എന്നല്ല. കർത്താവ് നമ്മെ വിളിച്ചു, വേർതിരിച്ചു, തന്റെ ശക്തിയെ നമ്മിൽ പകർന്നു തന്നു കഴിയുമ്പോൾ ആ കർത്താവ് നൽകിയ ശക്തിക്ക് അനുസരിച്ച് നമ്മിൽ ശക്തി പകർന്നു തന്ന കർത്താവിന്റെ വചനത്തിനനുസരിച്ചാ പിന്നെ നാം പോകേണ്ടത്. കർത്താവിന്റെ അരുളപ്പാടിനനുസരിച്ചാണ് നാം പോകേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ളിടത്തൂടെ അല്ല പിന്നെ പോകേണ്ടത്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുവാൻ വേണ്ടിയിട്ടല്ല അടുത്ത സ്റ്റെപ്പ് നമുക്ക് വേണ്ടിയത്. അങ്ങനെ നാം കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, കർത്താവിന്റെ ആ വചനത്തിന് പറഞ്ഞതുപോലെ ഭൂലോകമൊക്കെയും സാക്ഷികളാകുവാനുള്ള ദൈവത്തിന്റെ വചനം, അതായിരിക്കണം നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന് അതോടുകൂടെ സകലവും നൽകും. ആ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാനായിട്ട് പുറപ്പെടുന്ന നാം എന്ത് ചെയ്യണം? ഈ ശക്തി പ്രാപിച്ചിട്ട് വേണം ഇറങ്ങി പുറപ്പെടുവാനായിട്ട്. അങ്ങനെ നാം ഇറങ്ങി പുറപ്പെടുന്ന നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്തു തന്നെ ആയിരുന്നാലും നിശ്ചയമായും ദൈവത്തിന്റെ സമയത്തിനും ദൈവത്തിന്റെ ഹിതപ്രകാരവും നമ്മെ ഈ ലോകത്തിൽ തന്നെ മാനിക്കും. നിശ്ചയമാണ് ആ കാര്യം, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ പലപ്പോഴും ആ വചനത്തിൽ നാം എപ്പോഴും ഞാൻ എന്നെ മാറ്റി നിർത്തിയല്ല പ്രിയമുള്ളവരെ പറയുന്നത്.
നാം എപ്പോഴും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞ് ലോകപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാം പലപ്പോഴും സമയങ്ങളെ ചെലവഴിക്കുന്നത്. നമ്മിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കോടിക്കണക്കിന് ജനങ്ങൾ യേശുവിന്റെ സ്നേഹം അറിയാത്തവരായി ഈ ഭൂമിയുടെ പരപ്പിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ എത്ര സമയം, ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി പറയുക, എത്ര സമയം ഓരോ ആത്മാവിന്റെയും വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ രോഗം സൗഖ്യമാകണം, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നീങ്ങിപ്പോകണം. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എല്ലാറ്റിലും വലുത്, നമ്മുടെ ഈ സകലത്തിലും വലുത്, ലോകത്തേക്കാൾ വിലയേറിയത്, അപ്പൊ ഏറ്റവും വിലയേറിയത് ഒരു ആത്മാവിന്റെ വിലയ. നാം എത്ര സമയം ഈ ലോക ജനത്തിന്റെ വിടുതലിന് വേണ്ടി, നമ്മുടെ ചുറ്റുപാടും പാർക്കുന്നവരുടെ വിടുതലിന് വേണ്ടി, അവർ രക്ഷിക്കപ്പെടാത്തതിനെ കുറിച്ചുള്ള ഒരു വേവലാതി നമുക്ക് ഹൃദയത്തിൽ ഉണ്ടാവണം. ഏറ്റവും അത്യാവശ്യമായി വരേണ്ടത് ആ ശക്തി പ്രാപിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നത് പോലെ, അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുന്നത് ഇപ്രകാരമല്ലേ? 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റം വരെയും എനിക്ക് സാക്ഷികളായിരിക്കും. അപ്പോ ഈ ശക്തി നാം പ്രാപിച്ച് അപ്രകാരമുള്ള ഒരു ദർശനത്തോടെ ആയിരിക്കണം നാം എന്ത് ചെയ്യേണ്ടത്? കർത്താവിൽ നിന്ന് ശക്തി പ്രാപിക്കുവാനായിട്ട്. നമുക്കറിയാം നമ്മുടെ ബലഹീനതകളിൽ ശക്തി തികഞ്ഞു വരുന്നു. നാം പലപ്പോഴും പ്രതിസന്ധികളാകുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന 2 കൊരിന്ത്യർ 12-ന്റെ വാക്യം നമുക്ക് വായിക്കുന്നുണ്ട്. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അപ്പൊ അപ്പോസ്തലനായ പൗലോസോട് പറയാണ്, ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ശക്തി, എന്റെ കൃപ നിനക്ക് മതി എന്ന് കർത്താവ് പറഞ്ഞ ആ വാക്കിന്റെ പുറത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില് ക്രിസ്തുവിന്റെ ശക്തി നമ്മിൽ ആവസിക്കേണ്ടതിനായിരിക്കണം നാം ബലഹീനതകളിൽ പ്രശംസിക്കുന്നത്. എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുമ്പോൾ നമ്മെ പുകഴ്ത്തുവാനല്ല, പലപ്പോഴും ഇന്ന് കാണുന്നത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കേണ്ട നാം ക്രിസ്തുവിന് മുന്നിൽ നിന്ന് നാം തന്നെ നമ്മെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ക്രിസ്തു അവിടെ വെളിപ്പെടുന്നില്ല. പലപ്പോഴും നമ്മുടെ പേരുകളും നമ്മുടെ എന്താ പറയാ വാക്കുകളുടെ മിടുക്കുകൊണ്ട് ചിലതെല്ലാം സംഭവിച്ചു എന്ന രീതിയിലെല്ലാം കാര്യങ്ങൾ മാറിപ്പോകുന്നുണ്ട്. പിശാച് നാം പോലും അറിയാതെ നമ്മെ ചതിക്കുന്ന ഒരവസ്ഥയുണ്ട്. നാം പോലും മനസ്സിലാകുന്നില്ല ചില പ്രശംസകളിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവിന് പ്രസാദം തോന്നി, ആ വ്യക്തി സൗഖ്യമായെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയുടെ മുഖത്ത് നാം പ്രാർത്ഥിച്ചു, അവർക്ക് ആ വിടുതൽ ലഭിച്ചെന്നിരിക്കട്ടെ, ഉടനെ തന്നെ കർത്താവ് നമ്മിൽ പകർന്ന ആ ശക്തി, സകലത്തിനും മതിയാകുന്ന കർത്താവിന്റെ ശക്തിയല്ല, നമ്മിൽ ഏതോ ഒരു ശക്തി വെളിപ്പെട്ടതുപോലെ ഞാൻ ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവിടെ വിടുതൽ ലഭിച്ചു, എന്റെ ശുശ്രൂഷകൾ ഇന്ന സ്ഥലത്തെല്ലാം വലിയ വിജയമായിരുന്നു. അപ്പൊ ഈ ഒരു വാക്ക് നമ്മളിൽ വരുന്നിടത്ത് കർത്താവിന്റെ നാമമല്ല മഹത്വപ്പെടുത്തുന്നത്, നമ്മുടെ നാമമാണ് അവിടെ മഹത്വീകരിക്കപ്പെടുന്നത്. അങ്ങനെ വരുന്ന സമയങ്ങൾ, ആ ഒരു നിമിഷത്തിൽ നാം ഗ്രഹിച്ചോണം, ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന് പിന്നെ നമുക്ക് പറയാൻ യാതൊരു കാര്യവുമില്ല. കാരണം ആ ശക്തനാക്കുന്നവൻ മുഖാന്തരമാണെങ്കിൽ നാം അവിടെ മിണ്ടാതിരുന്ന് ദൈവനാമത്തെ ഉയർത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്വയപ്രശംസയ്ക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യും. ഓരോ നാളുകളിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം പിശാച് ഓരോ കുടുക്കുകളെ കൊണ്ടുവന്നിട്ട് ദൈവ സാന്നിധ്യത്തിൽ നമ്മളെ അകറ്റിക്കളയുന്ന ഒരു അനുഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം ഗ്രഹിക്കുന്നത് പോലെ നമ്മളെ ശക്തനാക്കുന്നവൻ സകലത്തിനും മതിയാകുന്നു എന്ന് നാം വ്യക്തമായും ഗ്രഹിക്കണം. ആ വാക്യം നാം പൂർണ്ണമായും വിശ്വസിക്കുന്നുവോ? കാരണം നമ്മുടെ പ്രതിസന്ധികളില് നമ്മൾ ആ വാക്യം വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മളെ നടത്തുവാൻ ഒരു ശക്തനായി ദൈവമുണ്ട് എന്ന് ഗ്രഹിച്ച് നാം സമാധാനമായി ഇരിക്കും. നാം ഏറെ വ്യാകുലപ്പെടുവാനും കരയുവാനും നമ്മൾക്ക് എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ജൽപ്പനങ്ങളിലേക്ക് നാം പോകാതിരിക്കാനിടയായി തീരും. നമ്മെ ശക്തനാക്കുന്ന ദൈവം സകലത്തിനും മതിയാകുന്നവനെന്ന് വ്യക്തമായി നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, നമ്മുടെ പിതാവ് ഒരു കാര്യം നമുക്ക് നടത്തി തരുവാൻ നമ്മളൊരു കാര്യം ആവശ്യപ്പെടും, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ പറയുകയാണ്, അത് കുഴപ്പമില്ല, ഞാനത് ചെയ്തു തരാം, അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ കുഞ്ഞ് നമ്മെ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ നാം നമ്മുടെ പിതാവായ ദൈവത്തോട് ഒരു കാര്യങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ സകല പ്രതിസന്ധികൾക്കും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കും സകല
സകലത്തിനും മതിയായി നമ്മുടെ ശക്തനായ ആ എല്ലാ പ്രതിസന്ധിയും അതിജീവിക്കുവാൻ ആവശ്യമായ ഒരു ശക്തിയെ നൽകുമെന്ന് പറഞ്ഞ കർത്താവിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ നാം പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് ഭാരപ്പെടാതിരിക്കും. നിശ്ചയമായും ഒരു ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരുവാനിടയായി തീരും. നമ്മുടെ പ്രതിസന്ധി നമ്മെ പിന്നെ അലട്ടുവാനിടയായി തീരില്ല. നാം ആ ഒരു ദൈവിക സമാധാനം പ്രാപിച്ചു കഴിയുമ്പോൾ, നാം ആ വിഷയത്തെ പൂർണ്ണമായി ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുവാനായിട്ട് ഇടയായി തീരും. പലപ്പോഴും നാം നമ്മുടെ പദ്ധതികളെ ഇട്ടുവെച്ചിട്ട് അത് ദൈവം നടത്തി തരുവാനായിട്ടാണ് പലപ്പോഴും വെയിറ്റ് ചെയ്യുന്നത്. ദൈവത്തിന് നമ്മൾ ഇട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ നാം മുൻപിൽ വെക്കുന്ന പ്രൊജക്റ്റിൽ ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് ഗ്രഹിക്കാതെ നാം പലപ്പോഴും അതിനുവേണ്ടി തന്നെ കാത്തിരിക്കും. ആ ഒരു പ്രവൃത്തി നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ നടക്കാതിരിക്കുമ്പോൾ നാം പിന്നീട് അടുത്ത ആലോചനക്കാരന്റെ അടുത്തേക്ക് പോകും. വീണ്ടും ഒന്നും കൂടെ വീണ്ടും ഒരു ആലോചനക്കാരന്റെ അടുത്തേക്ക് പോകും. അപ്പൊ ദൈവസന്നിധിയിലേക്ക് നിശ്ചയമായും നാം പൂർണ്ണമായും സർവശക്തനായ ദൈവത്തില് നമ്മെ സകലത്തിനും മതിയാക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് എങ്കിൽ നമ്മുടെ വിഷയങ്ങൾ ദൈവവചനത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നിശ്ചയമായും ദൈവം തന്റെ വചനത്തിൽ കൂടെ നമ്മോട് സംസാരിപ്പാനായിട്ട് ഇടയായി തീരും. ഓരോ ദിവസവും നമുക്കറിയാം, ഇന്ന് ഓരോ ദിവസവും ദിനം പ്രതി പ്രതിസന്ധികൾ ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വരുന്നത്. സഭ പെർസിക്യൂഷനിൽ കൂടിയാണ് എല്ലാ കാലവും വളർന്നിട്ടുള്ളത്. ദൈവത്തിന്റെ വചനത്തിൽ എല്ലായിടത്തും സമൃദ്ധിയുടെ ഉപദേശമല്ല, ദൈവം നമ്മെ നടത്തും നിശ്ചയമായിട്ടുമുണ്ട്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിൽ ഒരിക്കലും ഞാൻ ഇപ്രകാരം ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉണ്മാനും ഉടുപ്പാനും ഉള്ളതൊക്കെ വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നതുപോലെ പറ്റുമെങ്കിൽ നിങ്ങൾ സൗമ്യതയുള്ളവരായിരിക്കുക, പറ്റുമെങ്കിൽ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുക. ഒരു ട്രൈ ഒരിക്കലും ഒരിടത്തും ദൈവത്തിന്റെ വചനത്തിലില്ല. നിങ്ങൾ വിചാരപ്പെടരുത്, അത് പെടരുതെന്ന് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിചാരപ്പെടാതിരിക്കാൻ ശ്രമങ്ങളുടെ ഒരു കാര്യവുമില്ല. നാം പൂർണ്ണമായും അനുസരിക്കേണ്ട കൽപ്പനകളാണ്. അന്യോന്യം സ്നേഹിപ്പിൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവിൻ, നിങ്ങൾ ക്രിസ്തുവിൽ വഹിക്കുന്നവരാകുവിൻ, ശത്രുവിനോട് ക്ഷമിപ്പിൻ. ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ നമുക്ക് അനുസരിപ്പാനുള്ളതാ. ഈ ദൈവത്തിന്റെ വചനങ്ങൾ പൂർണ്ണമായി നാം അനുസരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ദൈവം നമുക്ക് സകലത്തിനും മതിയായവനായി ആ ശക്തിയെ പകർന്ന് നമ്മെ ഓരോ ദിവസവും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ഞാൻ വാക്കുകളെ ദീർഘമാക്കുന്നില്ല, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, കാരാഗ്രഹത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും എന്നെ ശക്തനാക്കുന്ന ദൈവം, എനിക്ക് സകലത്തിനും മതിയായ ഒരു ദൈവം, എപ്പോഴും എനിക്ക് സമൃദ്ധിയായിരിക്കുന്നു എന്ന് പറയുവാൻ എന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവം, കുത്തുവാൻ ഒരു ശൂലം എനിക്ക് നൽകുമ്പോൾ ആ കൃപ മതി എന്ന് പറയുവാൻ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ ശക്തി. ഇത് ഓരോ ദിവസവും അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല, നാം ഓരോരുത്തരും പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിശ്ചയമായും ഈ ഒരു അന്ത്യകാലഘട്ടത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എത്രമാത്രം ഫ്രൂട്ട്ഫുൾ ആയി കർത്താവിൽ നാം ഫലം കായ്ച്ചോ എന്നുള്ളതാണ്. നാം കർത്താവിൽ ഫലം കായ്ക്കുന്നത് എപ്പോഴാണ്? ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വ്യക്തിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും നിലനിൽക്കുന്നവരായി തീരണം, കർത്താവിനെ ഉയർത്തുന്നവരായി തീരണം. നാം നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ ക്രിസ്തുവിന്റെ സാക്ഷികളായി, കാരണം നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നോട്ടം എല്ലാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായി തീരണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സന്ദർഭങ്ങളിലും നമ്മളുടെ ഒരു ചിരി അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിട്ടുവീഴ്ച, അതെല്ലാം നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായി തീരണം. അതല്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ഒരു ഫലവത്തായ അല്ലെങ്കിൽ ഫലം കായ്ച്ച ഒരു ക്രിസ്തീയ ജീവിതമായി തീരുന്നില്ല. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ നമ്മെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ ആ ശക്തിയെ മനസ്സിലാക്കി സകലത്തിനും മതിയായ ദൈവമാണെന്ന് വ്യക്തമായി ഗ്രഹിച്ച് നാം സമാധാനത്തെ പ്രാപിച്ച് ക്രിസ്തുവിന്റെ രാജ്യത്തിനുള്ളത് ശക്തിയെ പ്രാപിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ഭൂലോകത്തിൽ എവിടെയും പോയി എന്റെ സാക്ഷികളാകുമെന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ നമ്മെ തന്നെ ഈ നാളുകളിൽ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീർക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളും എന്നെ ഓർത്ത് നിശ്ചയമായും പ്രാർത്ഥിക്കണം. കർത്താവ് ആക്കി വയ്ക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും പലപ്പോഴും നാം നേരത്തെ പറഞ്ഞതുപോലെ നാം വിചാരിക്കുന്നത് പോലെ ഒന്നും പലപ്പോഴും നമുക്കാകുന്നില്ല. ആ ദൈവശക്തി ഓരോ ദിവസവും എന്റെ മേലും ദൈവം പകരപ്പെടേണ്ടതിനായി ആ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാനുള്ള ഒരു കൃപ
അധികമായി എനിക്കും ലഭിക്കേണ്ടതിനായി പ്രിയമുള്ള എല്ലാ പ്രിയമുള്ളവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെല്ലാം ഈ പ്രിയ കൂട്ടായ്മ അല്ലെങ്കിൽ കർത്താവിന്റെ ദാസി ഇവിടെയുള്ള എന്റെ പ്രിയമുള്ളവരെല്ലാം എന്നെ ഓർത്ത് പ്രാർത്ഥിപ്പാനായി ഇടയായിട്ടുണ്ട്. പല പ്രതിസന്ധികൾ പ്രയാസങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ എൻ്റെ പ്രതിസന്ധികള് പ്രയാസങ്ങള് ഒന്നും വ്യക്തമായി പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സുസ്നാൻഡിയോട് ജസ്റ്റ് ഇങ്ങനെ പറയും, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊരു വിഷയമുണ്ട്. കാരണം ആ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കും. ആ വിഷയം എന്താണെന്ന് ആന്റി കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. കാരണം ആ വിഷയത്തിന്മേൽ എനിക്കൊരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ് ആവശ്യമാണ്. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. എൻ്റെ വിഷയം അറിഞ്ഞില്ലെങ്കിലും കേൾക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്രകാരം ഞാൻ പല വിഷയങ്ങളും പറയുകയും പ്രിയ നമ്മുടെ ഈ കൂട്ടായ്മ ആ പ്രാർത്ഥനകളെല്ലാം ഏറ്റെടുക്കുകയും എനിക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം നന്മകൾ ഞാൻ അനുഭവിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഭൗതികമായ വിഷയങ്ങൾ ഇല്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ അതിലെല്ലാം അപ്പുറമായിട്ട് എന്നെ കുഴയ്ക്കുന്നത് എപ്പോഴും ആത്മീയമായ വിഷയങ്ങളിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ പലപ്പോഴും വളരെ തകർന്നു പോകാറുണ്ട്. എന്നാൽ ആ വിഷയങ്ങളെല്ലാം വളരെ ദൈവത്തിനെ പ്രാർത്ഥിപ്പാനായി ഏൽപ്പിക്കുകയും പല വിഷയങ്ങളിലും കർത്താവ് ധൈര്യപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകുന്നു. ചില വിഷയങ്ങളുടെ മുഖത്ത് നമുക്ക് മാനുഷികമായി ഈ ഭൂമിയിൽ നമ്മെ അവഗണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അർഹിക്കപ്പെടുന്നത് ചിലത് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം ഒരു തളർച്ച വരും, ഒരു നീരസം നമുക്ക് തോന്നും. അങ്ങനെയെല്ലാം വരുന്ന സന്ദർഭങ്ങളിലെല്ലാം വചനത്തിൽ ആശ്രയിക്കുവാൻ തൊക്കണം എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒറ്റ സെന്റൻസേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പലതിലും ഈ ലോകത്തിന്റെ മാന്യത എനിക്ക് വേണ്ടല്ലോ കർത്താവേ എന്നാണ് ഞാൻ അവിടെ പറയാറുള്ളത്. ഈ ലോകത്തിന്റെ അംഗീകാരം എനിക്ക് വേണ്ടല്ലോ കർത്താവേ, അങ്ങ് എന്നെ അറിയുന്നുണ്ട്, അങ്ങ് എന്നെ മാനിക്കുന്നുണ്ട്. ആ മാന്യതയുടെ ഫലം ഞാൻ തിരിച്ചറിയുന്നത് ഇവിടെ അല്ലല്ലോ. പൂർണ്ണമായി തീർത്തു തരുന്ന, നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ അല്ല പൂർണ്ണമായി നമുക്ക് തീർത്ത് കിട്ടുന്നത്, പൂർണ്ണമായി തീർത്തു തരപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വരുമ്പോൾ ദൈവം നമുക്ക് നിശ്ചയമായും തന്റെ ആ പ്രതിഫലം നമുക്ക് നൽകും. അപ്പൊ ഉയരത്തിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ ആ ഒരു ചിന്ത എന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ എല്ലാ ഭാരവും നീങ്ങിപ്പോവും. ഞാൻ വളരെ പറഞ്ഞാൽ ഒരു 100% ഞാൻ ഫ്രീ ആയി തീരുവാനിടയായി തീരും. അത് കഴിഞ്ഞ് പിശാച് അടുത്ത പ്രവൃത്തിയും കൊണ്ട് വരുമെന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഒരല്പം നേരം ഒന്ന് പകച്ചാൽ പോലും കർത്താവ് ഒരു വചനം തന്ന്, ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്, നീ എന്തിനാ ഈ ലോകത്തിലേക്ക് നോക്കുന്നു എന്നുള്ള ചിന്ത തന്നിട്ട്, എന്റെ ശക്തിയല്ലേ നിന്നിലുള്ളത് എന്ന് ചോദിച്ചിട്ട് സകലത്തിനും മതിയായ ഒരു ദൈവത്തെ ഓരോ ദിവസവും ഓരോ നിമിഷവും എന്ന് പറഞ്ഞതുപോലെ രുചിച്ചറിയുവാൻ എന്റെ ജീവിതത്തിൽ ഇടയായി തീർന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളാണ് അതിന് കാരണമായി തീർന്നത്. കാരണം നാം എല്ലാവരും ജഡത്തിൽ വസിക്കുന്നവരാണ്, ജഡത്തിന്റെ സ്വഭാവമുള്ളവരാണ്. എന്നിരുന്നാലും നമ്മെ ശക്തനാക്കുന്ന ഒരു ദൈവം, സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ സകലത്തിനും മതിയാക്കുന്ന ഒരു ദൈവം ഞങ്ങളോടും കൂടി ഞങ്ങളെ വഴി നടത്തുന്നു. പ്രിയ സുസനാൻറ്റി പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലെല്ലാം പ്രിയ ഞങ്ങളുടെ രണ്ടാമത്തെ മരുമകളാണ് ലിൻഡ. അവള് PhD ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷിക്കാഗോയില്, ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയിൽ അവള് ചെയ്തുകൊണ്ടിരുന്നത്. അവള് ഇവിടുന്ന് MSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് അവിടെ PhDക്ക് വേണ്ടി പോയതാണ്. അവളുടെ കഴിഞ്ഞ ദിവസം ആ PhD കംപ്ലീറ്റ് ചെയ്യുവാൻ പ്രിയ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധികൾ അത് അവൾ ആ ഒരു കോഴ്സ് ചെയ്യുന്നതിനിടയ്ക്ക് വന്നു. അവളുടെ വിവാഹം ആ PhD കോഴ്സ് ചെയ്യുന്നതിനിടയ്ക്കാണ്. അതിനിടയ്ക്ക് അവൾ കൺസീവായി, ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. ഇതിന്റെ എല്ലാം ഇടയിൽ അവൾക്ക് ഡിസീസ് എല്ലാം വളരെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നാലും അപ്രകാരമുള്ള ഒരു നന്മ അനുഭവിപ്പാനും കർത്താവ് ഇടയാക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജവജനത്തിന്റെ പ്രാർത്ഥനയാണ്. തുടർന്നും ഡാനിയും അവിടെ ജോലി ചെയ്യുന്നുണ്ട്, മറ്റു ഒരു ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, എന്നിരുന്നാലും ചെയ്യുന്നുണ്ട്. അവരവിടെ ആയിരിക്കുന്നു. മൂത്ത മകനും വൈഫും അവരും ഡൽഹിയിൽ അവര് ജോലി ചെയ്യുന്നുണ്ട്. മകൾ അവള് സ്നേഹയും PhD ചെയ്തുകൊണ്ടിരിക്കുന്നു സൈക്കോളജിയിൽ, അമിട്ടിയില്. അവളുടെ PhD കോഴ്സ് കഴിഞ്ഞിട്ടില്ല. അതിലെല്ലാം ഉപരി സന്തോഷമുള്ളത് 2 മക്കളും അവർക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം അത് ലഭിക്കണം എന്നില്ല. എന്നാൽ കർത്താവിന് അപ്രകാരം ഒരു ചിന്ത അവരുടെ ഉള്ളിൽ കൊടുക്കുവാൻ പ്രസാദം തോന്നി എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സന്തോഷം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം മൂത്ത മകനും മകളും അവരിവിടെ വന്ന സമയത്ത് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ ദൈവനാമ മഹത്വത്തിനായി പറയുന്നു, മറ്റൊന്നും ചിന്തിക്കരുത്. ഇവിടെ വന്ന സമയത്ത്
അവരിപ്പോ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ നമ്മളെല്ലാം ഈ അമ്മമാർ ഇതൊക്കെ പറയുമെങ്കിലും നമ്മൾ ഇങ്ങനെ പറയുമല്ലോ, നിനക്ക് കുറച്ചും കൂടെ മറ്റെന്തെങ്കിലും വേറെ ബെറ്റർ പ്ലേസ്മെന്റ് നോക്കിക്കൂടെ, അങ്ങനെ നമ്മൾ പറയും, ഇതെല്ലാം പറയുമെങ്കിലും അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് മകൻ ഇങ്ങനെ പറയുവാൻ, ക്രിസ് ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. എനിക്കൊരു ജോലി ലഭിക്കാഞ്ഞിട്ടാണ് ഞാൻ പോകാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് ഒരു ജഡത്തിന്റെ വാക്ക് മറുപടി പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ നീ പോകത്തില്ലേ എന്ന് പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു, ഇന്നുള്ളതിന്റെ ഇരട്ടിയുടെ ഇരട്ടി സാലറിക്ക് എന്നെ ജോലിക്ക് വിളിച്ചു, പക്ഷെ ആ ജോലിക്ക് പോയാ ഞങ്ങൾക്ക് ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ തടസ്സമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ജോലി വേണ്ട എന്ന് വെച്ചു. ഞങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നത് മതി, അതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. എന്റെ ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞു വന്നു. കാരണം അവൻ ആ വാക്ക് പറയാൻ കർത്താവ് കൃപ കൊടുത്തല്ലോ എന്ന് ഓർത്തിട്ട്, ഇന്ന് ലഭിക്കുന്നതിൽ ഞാൻ സംതൃപ്തനാണ്, ഈ സമൃദ്ധി മതി എന്ന് പറയുവാൻ കർത്താവ് അവന് കൃപ കൊടുത്തു. ദുഷ്ടൻ അവരെ കാണാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് നിങ്ങൾ നിശ്ചയമായും പ്രാർത്ഥിക്കണം. പ്രിയ കുഞ്ഞുങ്ങൾ, സ്നേഹ നന്നായി പാട്ട് പാടുന്നവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ മിക്കവർക്കും അറിയാം. അവള് പല സ്ഥലത്തും സംഗീത ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. നോർത്ത് ഇന്ത്യയുടെ പല ഇടങ്ങളിലും അവർ പോകുന്നുണ്ട്. അതുപോലെ പ്രിയ കുഞ്ഞുങ്ങൾ യൂത്തിന്റെ ഇടയിൽ ഒരു വ്യത്യസ്തമായ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അത് അവർ വ്യക്തിപരമായി ചെയ്യുന്ന ഒരു വേലയാണ്. അനേക കുഞ്ഞുങ്ങൾ പ്രതിസന്ധി സ്നേഹ കൗൺസിലിംഗ് ആണ് പഠിച്ചിട്ടുള്ളത്, സൈക്കോളജിയാണ്. അപ്പൊ അന്നേരം പല കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ അവരെയെല്ലാം വിളിച്ചിരുത്തി അവരുടെ പ്രതിസന്ധികളെ കേൾക്കുവാനും അവർക്ക് വേണ്ടി വ്യത്യസ്തമായ നിലയിൽ ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുവാനെല്ലാം കർത്താവ് അവരെ ഈ ദിവസങ്ങൾ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് മകൻ ആ ഒരു വാക്ക് പറഞ്ഞത്. കാരണം അവർക്ക് ശുശ്രൂഷയ്ക്കായി പോകേണ്ട അവസരങ്ങൾ തടസ്സപ്പെടരുത് എന്നുള്ളത് കൊണ്ട് അവരായിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകളിലും തൃപ്തരായി മുൻപോട്ട് പോകുന്നു. ആ വിഷയത്തിലല്ല, അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം കർത്താവുമായിട്ട് ഒരു ഭയങ്കര ഇന്റിമസിയിൽ അവര് ഓരോ ദിവസവും വളർന്നു വരണം. ദൈവം മക്കൾക്ക് കൊടുത്ത തലമുറകളുണ്ട്, അവരെയും ദൈവകൃപയിൽ വളർത്തുവാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണം എന്ന് അതിനുവേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഇതുവരെയുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളെയും കുടുംബമായി ഓർക്കണം. പ്രിയ എന്റെ ഹസ്ബൻഡ് ശുശ്രൂഷയിലാണ്. ഞങ്ങള് ഇപ്പൊ ശുശ്രൂഷയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈറോഡ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഈറോഡ് സെന്ററിന്റെ ഒരു ശുശ്രൂഷകനായിരിക്കുന്നു. ലോക്കൽ സഭ ശുശ്രൂഷയില്ല, അവിടെ ഒരു 10-20 സഭകളോളം ഉണ്ട്. അപ്പൊ അതിന്റെ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നു. അതുപോലെ ഗോസ്പൽ നാഷൻ ഫെലോഷിപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു യാചകരുടെയും ചേരനിവാസികളുടെയും ലോകം അവഗണിച്ചിട്ടിരിക്കുന്ന കുറച്ച് ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഗോസ്പൽ നാഷൻ ഫെലോഷിപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ആ പ്രവർത്തനത്തോടും ചേർന്ന് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ ചില ശാരീരിക പ്രതിസന്ധികളെല്ലാം കർത്താവിന്റെ ദാസനുണ്ട്. ഈ ദിവസങ്ങളിൽ ചില ട്രീറ്റ്മെന്റുകൾക്കെല്ലാം പോകണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. കർത്താവ് തന്റെ ശക്തിയെ പകർന്ന് ബലം കൽപ്പിക്കേണ്ടതിനായിട്ട് തുറന്നുള്ള കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നു, എത്ര ശുശ്രൂഷ ആഗ്രഹിക്കുന്നു, അതുവരെ ആ ശുശ്രൂഷകൾ തികച്ചെടുപ്പാൻ തക്കോണം ഉള്ള ദൈവത്തിന്റെ ബലവും സകലത്തിനും മതിയാക്കുന്ന ദൈവത്തിന്റെ ആ ശക്തിയെ പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് ഞങ്ങളെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. പ്രിയ സുസ്നാന്റിയോടും അതുപോലെ ഗ്രൂപ്പിലെ എല്ലാ പ്രിയമുള്ളവരോടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവര് എല്ലാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഇത്രത്തോളം സമയം എന്നെ കേട്ടതിനും എനിക്ക് അവസരം തന്നതിനും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അധികമായി സഹായിക്കട്ടെ. താങ്ക് യു.